ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാതെ ആവിയിലാണ് നമ്മളൊരു ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എത്ര കഴിച്ചാലും മതിയാത്ത ഈ പലഹാരം എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണിത്. അപ്പോൾ ഈ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ തൊലൊക്കെ ഒഴിവാക്കിയതിൻ്റെ ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഒടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പഴുത്തിട്ടുള്ള പഴയത് കൊണ്ടിട്ട് തന്നെ വേഗത്തിൽ എനിക്കിതിങ്ങനെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇതുപോലെ ഒടിച്ചെടുക്കാം. ഒരിക്കലും മിക്സിയിലിട്ടിട്ട് അരച്ചിട്ടെടുക്കണ്ട. അപ്പം ഞാനിതാ ഇനിയിപ്പോൾ പഴം മുഴുവനായിട്ട് തന്നെ ഒടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് 1/2 കപ്പ് പൊടിച്ചിട്ടുള്ള ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കളറിലുള്ള ശർക്കര തന്നെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പം നമ്മളൊരു സ്നാക്സ് നല്ലൊരു കളറിൽ കിട്ടും. അതേപോലെ തന്നെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഒരു 5 ഏലക്കായ ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂണ് എള്ള് കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ തുള്ളി വെള്ളം പോലും ചേർക്കാതെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ഈ പഴത്തിൻ്റെ ഈ ഒരു വെള്ളം തന്നെ ഇതിൽ ധാരാളമാണ്. ഇനിയിപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അരിപ്പൊടി മൊത്തത്തിൽ ഇട്ട് കൊടുക്കണ്ട, കുറേശ്ശെ ആയിട്ട് മുഴുവനായിട്ട് തന്നെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതിലേക്കും വെള്ളം തീരും ചേർക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല കേട്ടോ. ഈ ഒരു പഴത്തിൻ്റെ വെള്ളം തന്നെ നമുക്കിതിലുണ്ട്. പിന്നെ തേങ്ങയിൽ നിന്നും കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് മതി. ഇനിയിപ്പോൾ ഈ അരിപ്പൊടി മുഴുവനായിട്ട് തന്നെ ഞാൻ ഇതിലേക്കൊന്ന് ഇട്ടെടുത്തിട്ട് കുഴച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പൊടിയണ്ണിയുടെ ഇലയാണ്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ഈ ഒരു ഇല ഞാൻ കോണായിട്ട് ഒന്ന് മടക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാഴയുടെ ഇലയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇലയോ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയിട്ട് എടുക്കട്ടോ. അപ്പോൾ അതൊക്കെ മടക്കിയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടുണ്ടാവും. അപ്പോൾ ഇതാകുമ്പോൾ എളുപ്പത്തിൽ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പുഡിങ്ങിൻ്റെ ഇല എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഹോൾസും കാര്യങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് 2.5 ടീസ്പൂണോളം ഈ ഒരു പഴത്തിൻ്റെ ഫില്ലിങ് ചേർക്കുകയാണ്. അപ്പോൾ ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ചെറുത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ 2.5 ടീസ്പൂണോളം ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ ഫില്ലിങ് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഇതുപോലെ ഒന്ന് അടിയിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മേലെ ഭാഗത്തും ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് വേഗത്തിൽ മടക്കിയിട്ട് കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലൊരു സ്ട്രീമറിൽ വെച്ചിട്ടാണ് ഞാൻ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് വെക്കുകയാണ്. ബാക്കി കൂടി ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ 3 വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാനിത് വെള്ളം നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരു പലഹാരം റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഞാൻ എല്ലാ പലഹാരം ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. പഴമായത് കൊണ്ടിട്ട് തന്നെ വേഗത്തിൽ നമുക്കിതൊന്ന് റെഡിയായിട്ട് കിട്ടും. കുറച്ച് അരിപ്പൊടി മാത്രമല്ലേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതിനിപ്പോൾ ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് എന്താ പറയുക, വല്ലാണ്ട് ചൂടാറിയിട്ടില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഈ കാണുന്ന അതേപോലെ തന്നെ സൂപ്പറാണ് കേട്ടോ ഈ ഒരു പലഹാരം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഏത് പഴം വെച്ചിട്ടും നമുക്കൊരു പലഹാരം ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരം കൂടിയാണ് ഇത്. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ചിട്ട് കാണിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കാം. ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക.
ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും അതുപോലെ തന്നെ ഷെയറും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. ഓക്കെ, ബൈ.